നമസ്കാരം. ശക്തമായൊരു പാഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു, അതിനുവേണ്ടി ശ്രമിച്ചു, രാത്രിയും പകലും അധ്വാനിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് എങ്ങും എത്താൻ സാധിക്കുന്നില്ല, ആഗ്രഹിച്ച സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ധാരാളം ആളുകൾ നമ്മെ സമീപിക്കാറുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ഒരു പ്ലാറ്റ്യൂ ആയിരിക്കുകയാണ്, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബേൺ ഔട്ടായി പോവുകയാണ്. വലിയ പാഷൻ ഉണ്ടായത്, പക്ഷേ എത്ര ചെയ്തിട്ടും ഒരു ലെവലിന് മുകളിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ബേൺ ഔട്ട്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുന്ന ആളുകൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് എന്താണ് സാധിക്കുക തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ കുറേയധികം ഗവേഷണം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ദ ഹാബിറ്റ് ബിൽഡർ എന്ന് പറയുന്ന പുസ്തകം. ഇത് അതിശക്തന്മാരായ ആളുകൾക്ക് ഉണ്ടാകേണ്ട 7 ഹാബിറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ്. അത് വലിയ പുസ്തകമൊന്നുമല്ല, ഒരു 200ഓളം പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ദ ഹാബിറ്റ് ബിൽഡർ. ഹൈ പെർഫോമൻസ് ആയ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, 1000-ൽ പരം ആളുകൾ അവർ വിജയിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു. വിജയിച്ചവർ എപ്പോഴും ചെയ്യുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും പൊതുവെ പറയുന്ന ഹാർഡ് വർക്ക്, അതുപോലെ സിൻസിയറിറ്റി, ഓണസ്റ്റി, കൺസിസ്റ്റൻസി, ഹാബിറ്റ്സ്, ഇതെല്ലാം നമ്മൾ വിജയിപ്പിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും നാം വിജയിക്കാറുണ്ട്, സക്സസ് ആകാറുണ്ട്, മേ ബി ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ പൊസിഷൻ വൈസോ നമ്മൾ സമ്പത്തുള്ളവരാകാറുണ്ട്. പക്ഷേ ജീവിതം ഹാപ്പി ആക്കുവാൻ സാധിക്കുന്നുണ്ടോ, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ പുസ്തകത്തിലെ ചിന്തകൾ, റിസർച്ച് എല്ലാം പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെ നമുക്ക് വിജയിക്കാം, ഒരു ഹൈ പെർഫോമർ ആകാം, ഒപ്പം തന്നെ സന്തോഷമുള്ള ജീവിതവും സന്തോഷമുള്ള കുടുംബവും റിലേഷൻഷിപ്പും കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമെന്നാണ് ഈ റിസർച്ചിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ധാരാളം ആളുകളെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചില ആളുകൾ എക്സെപ്ഷനായിട്ട് മാറുന്നു. ഒരേപോലെ അധ്വാനിക്കുന്ന ആളുകളിൽ ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. ഒരേപോലെ കഴിവുള്ളവരിൽ ചിലർ വലിയ ആളുകളായി മാറുന്നു, ചിലർ ഒന്നും എങ്ങും എത്താതെയായി പോകുന്നു. ഒരേ സ്കൂളിൽ പഠിച്ച് ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരേ മാർക്കുള്ള ആളുകൾ ഒരുമിച്ച് വളരുന്നു. പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ ഒരാൾ വലിയ നിലയിലേക്ക് പോവുകയും മറ്റേയാൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ പ്ലാറ്റ്യൂ ആയി പോവുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ബ്രണ്ടൻ ബച്ചാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു പെർഫോമൻസ് കോച്ചാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങളും വീഡിയോ കോഴ്സുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ വിറ്റുപോയിട്ടുണ്ട്. 10,000-കണക്കിന് വീഡിയോ ഓൺലൈൻ കോഴ്സും അദ്ദേഹം വിൽക്കുന്നത്. അപ്പം അദ്ദേഹവും തൻ്റെ ജീവിതത്തിൽ ഒരു 19-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പ്രണയ നൈരാശ്യം വരികയാണ്. അപ്പോൾ താൻ സ്നേഹിച്ച പെൺകുട്ടി അദ്ദേഹത്തെ വിട്ടുപോകുന്നു. അദ്ദേഹം നിരാശനായി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിക്കുന്നു. അദ്ദേഹം അവിടെയും തളർന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും കൂടി യാത്ര ചെയ്യുമ്പോൾ വീഴുകയും മരണകരമായ അവസ്ഥയിൽ എത്തപ്പെടുകയും ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടു. അന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി, ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം പറയുകയാണ്, അതിൻ്റെ ഒരു സെക്കൻഡ് ചാൻസ് ആയിരുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം ഒരു സെക്കൻഡ് ചാൻസായി കണ്ടുകൊണ്ട് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം നന്നായി പുതിയ സ്കില്ലുകൾ സമ്പാദിക്കുകയും നല്ല ജോലി നേടുകയും ഒത്തിരി സമ്പാദ്യം ഉണ്ടാക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ അദ്ദേഹം കുറെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സമ്പാദ്യമുണ്ട് ശരിയാണ്, നല്ല പദവിയുണ്ട് ശരിയാണ്, പക്ഷേ താൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് തനിക്ക് എത്തുവാൻ സാധിക്കുന്നില്ല, തനിക്ക് ഹാപ്പി ആകാൻ സാധിക്കുന്നില്ല, തൻ്റെ കഴിവ് യഥാർത്ഥത്തിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഒരു സമയത്ത് ഒരു മോർട്ടാലിറ്റി മോട്ടിവേഷൻ, അപകടത്തിൽപ്പെട്ടു, പ്രണനൈരാശ്യം ഉണ്ടായി, അവിടെ നിന്ന് വീണ്ടും കരകയറുവാനായിട്ട് ലൈഫിൽ സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മോർട്ടാലിറ്റി മോട്ടിവേഷനിൽ വന്നയാൾ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ലീവ്, ലവ് ആൻഡ് മാറ്റർ. അതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ. പക്ഷേ അദ്ദേഹവും ഒരു പ്ലാറ്റ്യൂവിൽ എത്തുകയാണ്. ആ പ്ലാറ്റ്യൂവിൽ എത്തിയ ശേഷം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ധാരാളം അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിലും ഒപ്പം തന്നെ ലോകത്തിലെ വിഖ്യാത ആളുകളുടെ ഇടയിലും ഒക്കെ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും വെറും ലെസ് ദാൻ 5% ആളുകൾ മാത്രമാണ് ഒരു ഹൈ പെർഫോമേഴ്സ് ആയിട്ട് ഈ ഫേമസ് ഒക്കെ ആയിട്ട് മാറുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേഷണത്തിൽ റിസർച്ചിലൂടെ കടന്നു വന്ന ഒരു 8ഓളം ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഹാബിറ്റുകൾ. ഹൈലി പെർഫോമിംഗ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാവരും ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതുമാകണമെന്നില്ല. അങ്ങനെ ഉള്ള ഈ ഹൈ പെർഫോമിംഗ് ഹാബിറ്റ്സ് കണ്ടെത്തുകയും ആ ഹൈ പെർഫോമിംഗ് ഹാബിറ്റ്സ്
കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈ പെർഫോമറായി മാറുവാൻ സാധിക്കുന്നത്. ഒരു 3-4 കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്റ്റാൻഡേർഡ് മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്ങനെ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് തന്നെയാണ് ഇത് കോഴ്സായിട്ട് തന്നെ ഞാൻ റൺ ചെയ്യുന്നത്. ഒരു ഹൈ പെർഫോമറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. എല്ലാവർക്കും ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിജയം സമ്പാദിച്ചു, ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇനിയും ഒരു വലിയ പെർഫോമറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാം. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യാൻ അത് ഓട്ടോമേറ്റഡ് ആണെന്നുള്ളതല്ല, ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തനി ഇരുന്നാൽ അങ്ങ് വരുന്നതല്ല. കുറെ ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ ചെയ്താൽ മാത്രമേ ഈ സ്റ്റാൻഡേർഡ് മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ബ്രെയിൻ റീവയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നതോ മാത്രമല്ല, ഇത് ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് നാം വരികയും ഈ സിസ്റ്റത്തിലൂടെ ഒരു ഹൈ പെർഫോമറായി മാറുകയുമാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഹാബിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അത് ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. ഒരു കാര്യത്തിൽ റിപ്പീറ്റഡ് ആയി കൺസിസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റായി മാറുകയാണ്. പക്ഷെ ഇവിടെ ഈ ഹൈ പെർഫോമൻസ് ആകാനുള്ള ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അല്ല, ഓട്ടോമേറ്റഡ് ഹാബിറ്റ് അല്ല, അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഇത് ഏതാണെന്ന് കണ്ടെത്തണം, ഡെലിബറേറ്റ് ആയി ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിറക്ഷനാണ്. ഡിറക്ഷൻ, ഇതെങ്ങനെയാണ് ആ വഴികളിലൂടെ പോകേണ്ടത് എന്നുള്ളത് കൃത്യമായ ഡയറക്ഷൻ നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. പുസ്തകം നിങ്ങൾക്ക് വായിച്ച് ഇതിൻ്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കുവാൻ സാധിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യമാണ് ഫോക്കസ്. ഈ ഒരു ഗോൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫോക്കസ് ഉണ്ടോ? പലപ്പോഴും ഡിസ്ട്രാക്ഷൻസിലൂടെ അറ്റൻഷൻ ഡെഫിസിറ്റും ഫാറ്റിഗും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലക്ഷ്യമൊക്കെ വയ്ക്കും, പക്ഷേ കുറെ കഴിയുമ്പോൾ അതിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എങ്ങനെ ഈ ഫോക്കസ് ബിൽഡ് ചെയ്യാം? അഞ്ചാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. ചിലപ്പോൾ കോഴ്സ് എടുക്കും, ബുക്ക് വാങ്ങും. കുറേ ആളുകൾ ബുക്ക് വാങ്ങിയിട്ട് വായിക്കുക പോലുമില്ല. ചില ആളുകൾ ബുക്ക് വായിക്കും, ചില ആളുകൾ നോട്ട്സ് എടുക്കും, ചില ആളുകൾ പ്രാക്ടീസ് ചെയ്യും. ഇതെല്ലാം കൂടി ചെയ്യാനായിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെലിബറേറ്റ് എഫേർട്ട് ആവശ്യമാണ്. ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, ഞാനിവിടെ ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം മാത്രമല്ല, കരിയറിലെ പദവികളുടെ ഉന്നമനം മാത്രമല്ല, സന്തോഷകരമായ ജീവിതം കൂടി നയിക്കാൻ സാധിക്കുക. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എല്ലാം നേടി, പണം നേടി, സമ്പാദ്യം നേടി, പദവി നേടി, അവസാനം ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിലോ, ആരോഗ്യം നഷ്ടപ്പെട്ടുവെങ്കിലോ, ഇല്ലേ? അപ്പൊ ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, ബന്ധങ്ങളിലെ ആരോഗ്യം, ഇതെല്ലാം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പുസ്തകം അല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിന് ഇന്ന വയസ്സെന്നില്ല, ഇത്ര ഇൻകം വേണമെന്നില്ല, ഇത്ര എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ഇന്ന ജെൻഡർ ആകണമെന്നില്ല. ആർക്കും ഏത് സമയത്തും ഹൈ പെർഫോമർ ആകുവാൻ സാധിക്കും. പക്ഷേ ഈ ഹൈ പെർഫോമൻസ് HP7 എന്ന് പറയുന്ന ഹൈ പെർഫോമർ ആകണമെങ്കിൽ അത് എങ്ങനെയാണ് ആകേണ്ടതെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയും ഡിറക്ഷനും ഫോക്കസും കൺസിസ്റ്റൻസിയും എല്ലാം വേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ HP7-ൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഒന്ന് ഡെലിബറേറ്റ് ഹാബിറ്റ്സ്, 2 സ്ട്രാറ്റജിക് ഹാബിറ്റ്സ്. ഡെലിബറേറ്റ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് HP7-ൽ ഒരു HP5 to 6 വരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അത് ഓട്ടോമേറ്റ് ചെയ്യുന്നതല്ല, അതിന് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡെയിലി അറ്റംപ്റ്റ്സുകൾ ആവശ്യമാണ്. അതിന് ഒരു മെന്റർ അല്ലെങ്കിൽ ഗൈഡ്, കോച്ച് ആവശ്യമാണ്. രണ്ടാമത് സ്ട്രാറ്റജിക് ഹാബിറ്റ്സ്, അത് നമ്മൾ പല പുസ്തകങ്ങളും വായിക്കുന്ന കീസ്റ്റോൺ ഹാബിറ്റ്സുമായി ബന്ധപ്പെടുന്നതാണ്. ഈ സ്ട്രാറ്റജിക് ഹാബിറ്റ്സ് ഹൈ പെർഫോമർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഡെലിബറേറ്റ് ഹാബിറ്റ്സും സ്ട്രാറ്റജിക് ഹാബിറ്റ്സും ഒരുപോലെ നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കണം. ഒരു കാര്യം ഓർക്കുക, പലപ്പോഴും അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ അതല്ല വേണ്ടത്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അൺസർട്ടൺ ആയിട്ടുള്ള, ഹൈലി ഡെയറിങ് ആയിട്ടുള്ള ഗോളുകളെ ഫോളോ ചെയ്യുമ്പോഴാണ് ഹൈ പെർഫോമർ ആകുവാൻ സാധിക്കുന്നത്. വളരെ ഉറപ്പുള്ള ഒരു കാര്യത്തെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ വിജയം നേടാൻ സാധിക്കുന്നില്ല. ഈസി ആയിട്ടുള്ളതും ഫോളോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. അതുപോലെ എല്ലാവർക്കും നേടാൻ സാധിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ഫോളോ ചെയ്താൽ അതും ഒരു ഹൈ പെർഫോമർ ആകുവാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ സക്സസിന് ഡിഫൈൻ ചെയ്യുമ്പോഴും കൂടി ഈ ഹൈ പെർഫോമിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് തന്നെ
സക്സീഡിങ് ബിയോണ്ട് സ്റ്റാൻഡേർഡ് നോംസ് കൺസിസ്റ്റൻ്റ്ലി ഫോർ എ ലോങ് ടൈം. ഇപ്പോൾ കുറേ നാളത്തേക്ക് ഒരു എബോവ് സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഹൈ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആകാനല്ല, സംതിങ് അൺസർട്ടൺ, സംതിങ് അൺഅച്ചീവബിൾ, സംതിങ് ബിയോണ്ട് സ്റ്റാൻഡേർഡ് നോംസ്, സംതിങ് അൺസർട്ടൺ, അങ്ങനെയുള്ള ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ശക്തമായ നേട്ടങ്ങൾ നേടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്. ഒപ്പം ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, ഹെൽത്ത്, അത് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വെൽബീയിങ്ങും എല്ലാം നമുക്ക് നേടണം. പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി സമ്പാദിക്കും, വളരെ പ്രശസ്തരാകും, വളരെയധികം സ്കിൽസ് എല്ലാം അക്യൂർ ചെയ്യും, പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവർ ആരോഗ്യം നഷ്ടപ്പെട്ടുണ്ടാകും, മാനസികമായിട്ടുള്ള ആരോഗ്യമെല്ലാം ക്ഷീണിതമായിട്ടുണ്ടാകും, നല്ലൊരു സന്തോഷമുള്ള ജീവിതമോ കുടുംബജീവിതമോ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഹൈ പെർഫോമർ ആകാനുള്ള ഹാബിറ്റ് ബിൽഡർ എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 10x ഗ്രോത്ത് അച്ചീവ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കത് സാധ്യമാക്കാം. ഓൾ ദ ബെസ്റ്റ്.